പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഷെയ്യും കേരള പോലീസിന് ഏറ്റവും ഷെയ്യും ഉണ്ടാക്കിയ അതിരപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ വീണ്ടും ആൻഡ്രി ഗ്രോമിക്ക് രംഗത്ത്. ആൻഡ്രി ഗ്രോമിക്ക് ഈ മാധ്യമപ്രവർത്തകൻ റൂബിൻലാലിനെ നഗ്നനാക്കി നിർത്തി മർദ്ദിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു അതിരപ്പള്ളിയിൽ നിന്ന്. കേരള പോലീസിൽ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസിൽ ഇടപെട്ടതിന് ശേഷവും ഇത്രയും അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ പെരുമാറാൻ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ എങ്ങനെ കഴിയുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ഇപ്പോൾ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ നടന്നിരിക്കുന്നത്. അവിടെ ഒരു കസ്റ്റഡിയിലുള്ള പ്രതിയെ ലോക്കപ്പിൽ കയറ്റി മർദ്ദിച്ചു എന്ന് മാത്രമല്ല, വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ അയാളെ നഗ്നനാക്കി നിർത്തുകയും ചെയ്തു. കേരളം പോലെ ഒരു സ്ഥലത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കുന്നു. ഒരു സാമൂഹ്യ വിരുദ്ധനെ പോലെയാണ് ആൻഡ്രി ഗ്രോമിക് എന്ന സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ പെരുമാറുന്നത് എന്ന് റിപ്പോർട്ടുകൾ വരികയാണ്. ഞങ്ങളുടെ ക്യാമറ വട്ടത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥൻ വിളിച്ചപ്പോൾ മാത്രം ഒരു കൈലി എടുത്തു കൊടുത്ത് നഗ്നത മറയ്ക്കാൻ പെടാപ്പാട് പെടുന്ന ആൻഡ്രി ഗ്രോമിക് എന്ന പാവപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ, നിർദ്ദയൻ എന്ന് നമ്മൾ വിളിക്കാവുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ പെരുമാറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു, ആശങ്കപ്പെടുത്തുന്നു. ഒരു മാധ്യമപ്രവർത്തകന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കേരളത്തിൽ കഴിയില്ല എന്ന രീതിയിലാണ് ആൻഡ്രി ഗ്രോമിക് പറയുന്നത്. മാധ്യമപ്രവർത്തകന് സ്വർണം കിട്ടിയിട്ടുണ്ടോ എന്ന രീതിയിലാണ് അയാളുടെ ചോദ്യം. അല്പം മുമ്പ് അയാൾ പറഞ്ഞതേ ഉള്ളൂ, ഈ കേസ് നിങ്ങൾ എങ്ങനെയെങ്കിലും ജാമ്യം എടുത്തു ഊരിപ്പോയി എന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ ഇതേ ആൻഡ്രി ഗ്രോമിക് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ നട്ടപ്പാതിരേക്ക് പിടിച്ചെടുത്ത ഒരു ആളെ, ഒരു മാധ്യമപ്രവർത്തകനെ തടങ്കലിലിട്ട് മർദ്ദിക്കുകയും നഗ്നനാക്കി നിർത്തുകയും ചെയ്യുന്നു. അവഹേളനമാണ്, ഷെയ്യുമാണ് കേരള പോലീസിന്. എത്രയും പെട്ടെന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്ത്, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് നടപടിയെടുത്ത് ഇയാളുടെ മേൽ അന്വേഷണം പ്രഖ്യാപിക്കണം കേരള പോലീസ്. ഇനി ഒരു കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരനും ഒരു മാധ്യമപ്രവർത്തകനും ഇങ്ങനെ ഒരു പെരുമാറ്റം ഒരു സർക്കിൾ ഇൻസ്പെക്ടറിൽ നിന്ന് വരാൻ പാടില്ല. ഈ ആൻഡ്രി ഗ്രോമിക് എന്ന് പറയുന്ന ആളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ മനുഷ്യാംശം എന്നൊരു സാധനം ഇയാളുടെ വഴിയേ പോയിട്ടില്ല എന്നെനിക്ക് മനസ്സിലാകുന്നു. ജാക്സൺ ഫ്രാൻസിസ് എന്ന ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നട്ടപ്പാതിരയ്ക്ക് അറസ്റ്റ് മെമ്മോ പോലെയുള്ള സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു നിയമവും പാലിക്കാതെ ഒരു മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുകയും പാതിരയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ആരും അറിയാതെ കൊണ്ടുവന്ന് കൊലപ്പുള്ളിയെ പോലെ ലോക്കപ്പിലിട്ട് പൂട്ടി വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി മർദ്ദിക്കുകയും ചെയ്ത് ആൻഡ്രി ഗ്രോമിക് കേരളത്തിൽ ഏറ്റവും വലിയ കാപാലിക വേഷം ചമയുന്നു എന്നാണ് ഞങ്ങൾക്ക് വ്യസനസമേതം പറയാനുള്ളത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പോലീസ് മേലുദ്യോഗസ്ഥന്മാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മൂക്കിന് കീഴിൽ നടക്കുന്ന ഈ സംഭവത്തിൽ നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ കുപ്പായം തന്നതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ആലോചിച്ചു നോക്കിയാൽ ഞങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല. ഈ ശ്രീ സേതുരാമൻ IPS പോലെ നല്ല മാന്യതയുള്ള പോലീസ് ഓഫീസേഴ്സ് നമുക്ക് മുന്നിലുണ്ട്. അവരോടൊക്കെ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ പെട്ടെന്ന് സത്വരം അന്വേഷണം നടത്തി ഇദ്ദേഹത്തിന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് ഇയാളുടെ പേരിൽ കടുത്ത നടപടിയെടുക്കണമെന്ന് കൂടി 24 ആവശ്യപ്പെടുന്നു. ഒരു മാധ്യമപ്രവർത്തകനും വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ അവരെ നഗ്നനാക്കി നിർത്താനും അവരെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കുവാനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവകാശമില്ല എന്നിരിക്കെ ഇത്തരം നഗ്നമായ നിയമലംഘനം നടത്തുന്ന ആൻഡ്രൂസ് ഗ്രോമിക്കിനെ നിയമത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ മേലുദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്. ശ്രീകാന്ത് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, പറയൂ. ഇപ്പോൾ അവർക്ക്, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുകളിൽ നിന്നുള്ള വിളി വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം തിടുക്കപ്പെട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് കാണുന്നത്. ഇതിനിടയ്ക്ക് നേരത്തെ അദ്ദേഹത്തിന്റെ സഹോദരനെയും, റൂബിൻലാലിന്റെ സഹോദരനെയും സുഹൃത്തിനെയും മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഒരു തവണ കാണാൻ CI അനുവദിച്ചു. അങ്ങനെ അവരകത്ത് കയറി കണ്ടു. കയറുമ്പോൾ ഷഡ്ഡിയിട്ട് അടിവസ്ത്രമിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും റൂബിൻലാൽ. ആ ദൃശ്യം ഒന്ന് കാണാം. GD ചാർജിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇരിക്കുന്നത്. ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ സാന്നിധ്യം ഉള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഒരു ആളെ, അത് മാധ്യമപ്രവർത്തകനല്ല, ഒരു സാധാരണക്കാരനാവട്ടെ, ഈ അടിവസ്ത്രം ഇടിയിച്ച് ഇങ്ങനെ നിർത്തുന്നത്. അയാൾ ആ ഒരു മുണ്ടോ കൈലിയോ കൊടുത്താൽ അയാൾ എന്തെങ്കിലും അത് ഉപയോഗിച്ച് ചെയ്തു പോകുന്നയാളല്ല. അയാൾക്ക് ആ ഒരു കൈലി പോലും ഉടുക്കാൻ കൊടുക്കാതെ ചെയ്തത്. നമ്മളത് വാർത്തയാക്കിയതോടുകൂടി പോലീസ് ഒരു പച്ച നിറത്തിലുള്ള കൈലി ആദ്യം കൊടുക്കാൻ ശ്രമിച്ചു. റൂബിൻലാൽ ആദ്യം അത് വാങ്ങാൻ തയ്യാറായില്ല. എന്നെ ഇന്നലെ മുഴുവൻ ഇങ്ങനെ നിർത്തിയതല്ലേ എന്നുള്ള ആ രീതിയിൽ റൂബിൻലാൽ നിന്നു. അവസാനം റൂബിൻലാലിന്റെ വസ്ത്രങ്ങൾ ഇപ്പോൾ തൊട്ടടുത്തായി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതിടിയിച്ച് റൂബിൻലാലിനെ പുറത്തേക്ക് ഇറക്കാൻ തന്നെയായിരിക്കും സാധ്യത. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്, പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ പോലീസ് ചെയ്ത ഈ CI ചെയ്ത, ആൻഡ്രിക് എന്ന ഈ CI ചെയ്ത ഏറ്റവും
ഒരു വലിയ വിഡ്ഢിത്തമായിരിക്കാം ഈ അറസ്റ്റ് എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും നിയമ നടപടികൾ ചട്ടപ്രകാരം സ്വീകരിക്കേണ്ട യാതൊരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഇത്രയും വലിയ പോലീസ് സേന, കേരളത്തിന് അഭിമാനമായ പോലീസ് സേനയ്ക്ക് അതിരപ്പള്ളി പോലീസ് അപമാനമാവുകയായി മാറുകയാണ് ഇന്നത്തെ ദിവസം. ഈ ചെറുപ്പക്കാരൻ റുബിൻലാൽ പോയത് ഈ നാട്ടുകാർ വിളിച്ചതനുസരിച്ചാണ്. റുബിൻലാൽ എത്തിയത് നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ്. അവിടെ എത്തി ദൃശ്യങ്ങൾ പകർത്തി എന്നൊരു തെറ്റ് മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. അയാൾക്ക് വീട്ടിലിരിക്കാമായിരുന്നു, മഴയായിരുന്നു. പക്ഷേ അപ്പോഴും വന്യമൃഗ ശല്യമുണ്ട്, ഒന്ന് വരണം, ഇവിടെ വനം വകുപ്പും പോലീസും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞതനുസരിച്ചാണ് അയാൾ അവിടേക്ക് എത്തുന്നത്, ആ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അതിന്റെ പേരിൽ അയാൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ കാരാഗൃഹവാസമാണ്. SKN നിലവിലിപ്പോൾ എഴുത്തുകുത്തുകൾ കഴിയുന്നു, അല്പസമയത്തിനകം ഇറക്കുമായിരിക്കും. നിയമം നൽകുന്ന ചില സംരക്ഷണങ്ങൾ ഈ സിഐക്കും ലഭിക്കും. കാരണം അടിവസ്ത്രം മാത്രം ഇട്ട് നിർത്തിച്ചത് തൂങ്ങി മരിക്കുമെന്ന ഭയം കൊണ്ടാണെന്ന് ചിലപ്പോൾ ഇയാളെ പോലെ ഒരാൾ പറഞ്ഞെന്ന് വരും. കാരണം ഇത്ര നേരം വെളുത്തു കഴിഞ്ഞാലും എന്തിനു നിർത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആത്മഹത്യ ചെയ്യാമല്ലോ എന്ന് വേണമെങ്കിൽ ഈ CI പറയുമായിരിക്കും മേലുദ്യോഗസ്ഥന്മാരോട്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഇതുവരെയും ഈ സ്റ്റേഷനിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഈ സാധാരണഗതിയിൽ ഓടിപ്പോകാൻ സാധ്യതയുള്ള പ്രതികൾ അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ, അവരെയൊക്കെയാണ് ഈ വീട് വളഞ്ഞൊക്കെ പിടിച്ചുകൊണ്ടുവരുന്നതും ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വെക്കുന്നതും മർദ്ദിക്കുന്നതും അസഭ്യം പറയുന്നതുമൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ഇദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇദ്ദേഹം അവിടെ പോയത് ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ ദ്രോഹിക്കാനല്ല, ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥനോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടല്ല. അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാനാണ് പോയത്, ദൃശ്യങ്ങൾ പകർത്താനാണ് പോയത്. ഈ റുബിൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ അതിവിശ്വസ്തനായ ഈ അതിരപ്പള്ളി മേഖലയിലെ നമ്മുടെ പ്രാദേശിക ലേഖകനാണ്. നമുക്ക് കൃത്യമായി ഇവിടെ നിന്നും വാർത്തകൾ എടുത്തു നൽകുന്നയാളാണ്. പരിസ്ഥിതി സംബന്ധമായ ശ്രീകാന്ത്, എനിക്ക് വലിയ സംശയം, നമ്മൾ എക്സ്പോസ് ചെയ്ത, നമ്മൾ അനാവരണം ചെയ്ത വനം കൊള്ളയിലെ ചില ആളുകളും അതുപോലെ ഈ അതിരപ്പള്ളിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ഒരു ഗൂഢാലോചന നടന്നതിൻ്റെ പ്രത്യക്ഷ ഫലമാണോ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കാനും അയാളെ അടിവസ്ത്രം മാത്രം ഇടിയിപ്പിച്ച് സ്റ്റേഷനിൽ വനിതാ പോലീസുകാരുടെ പോലീസ് സ്റ്റേഷൻ നിർത്താനും കാരണമായത് എന്ന് ഞാൻ സംശയിക്കുന്നു. മാത്രവുമല്ല, ഈ അടിവസ്ത്രം മാത്രം ഇടിയിപ്പിച്ചാണ് അദ്ദേഹത്തെ ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ നിർത്തിയിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിനെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുമ്പോഴും അതേ വസ്ത്രത്തിൽ അദ്ദേഹം പോയാൽ മതി. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സാധാരണ പൗരനോട് അത്രയും കാരുണ്യം കാണിക്കുന്നില്ലെങ്കിൽ കോടതിയും അത് കാണട്ടെ എന്നാണ് എൻ്റെ പക്ഷം. ഇതൊരു ഇവിടെ നടക്കുന്നത് അത്യന്തം നാടകങ്ങളാണ്. കാരണം ഇതൊരു പോലീസ് സ്റ്റേഷനാണോ അതോ KPSCയുടെ നാടക തിയേറ്ററാണോ, കമ്പനിയാണോ എന്ന് സംശയം തോന്നും. കാരണം ഇന്നലെ വരെ അടിവസ്ത്രം മാത്രം ഇടിയിച്ച് ലോക്കപ്പിൽ ഇട്ടിരുന്ന ഒരാളെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് അകത്ത് നിന്നും ഒരു കൈലിയുമായി വരുന്നു. ആ കൈലി എടുത്ത് നിർബന്ധപൂർവ്വം ഉടുപ്പിക്കാൻ ശ്രമിക്കുന്നു. അയാൾ അത് വാങ്ങാതിരിക്കുമ്പോൾ അയാൾ അതിനോട് എനിക്കത് വേണ്ട, ഇന്നലെ മുഴുവൻ ഇങ്ങനെയാണ് നിന്നത്, ഇങ്ങനെ നിന്നോളാം എന്ന് പറയുമ്പോൾ അയാളെ നിർബന്ധിച്ച് ഉടുപ്പിക്കാൻ ശ്രമിക്കുന്നു. ശേഷം ആ കൈലി ഒരുവിധം തിരികെ വെച്ച് വീഡിയോ എടുക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കാൻ. ദേ നോക്കൂ, അയാൾ ഇവിടെ വസ്ത്രമൊക്കെ ധരിച്ചാണ് നിൽക്കുന്നത്, ഒരു പ്രശ്നവുമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ആ കാഴ്ച കണ്ട് ഇവിടെ 2-3 മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അവർ വലിയ ചിരിയിലാണ്. അവർക്ക് ഇതൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരു സഹജീവി, ഒരു മനുഷ്യജീവി, അത് ആരോ ആയിക്കോട്ടെ, മാധ്യമപ്രവർത്തകനോ പോലീസ് ഉദ്യോഗസ്ഥനോ ആയിക്കോട്ടെ, അകത്ത് ഇതുപോലെ അവഹേളനം. ഒരു സെക്കൻഡ്, കേരളത്തിലെ പോലീസുകാർക്ക് മുഴുവൻ അപമാനം ഉണ്ടാക്കുന്ന ഒരു പോലീസ് സ്റ്റേഷന്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതായത് ഒരു മാധ്യമപ്രവർത്തകനെ നട്ടപ്പാതിരയ്ക്ക് അറസ്റ്റ് മെമ്മോ പോലെയുള്ള സുപ്രീം കോടതി നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ അറസ്റ്റ് ചെയ്യുന്നു. ഒരു വീട്ടുകാരോടോ അഭിഭാഷകന്റെ സാന്നിധ്യം ഒന്നും ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്നു. ആരും അറിയാതെ അയാളെ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ കൊണ്ടുപോകുന്നു. ലോക്കപ്പിലിട്ട് അയാളെ മർദ്ദിക്കുന്നു സർക്കിൾ ഇൻസ്പെക്ടർ. എന്നിട്ട് അയാളെ ഉടുവസ്ത്രം മാത്രം, ഈ ജെട്ടി മാത്രം ഇട്ട് അയാളെ സ്റ്റേഷനിൽ നിർത്തും. ഇപ്പോഴും അയാൾ ജെട്ടി മാത്രം ഇടുകയാണ്. ഈ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ വാർത്ത കണ്ട ശേഷം കോൺടാക്ട് ചെയ്തപ്പോൾ അയാളെ നിർബന്ധിച്ചൊരു കൈലി ഉടുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ശ്രീ തിരുവഞ്ചൂർ നടക്കുന്നത്. അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണല്ലോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ഈ വളരെ സീനിയറായ പോലീസ് ഓഫീസേഴ്സിൻ്റെ മൂക്കിന് കീഴെയാണ് ഒരു സാധാരണ സർക്കിൾ ഇൻസ്പെക്ടർ ഇങ്ങനെയുള്ള തോന്നിവാസം കാണിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ജനാധിപത്യത്തിൽ മാധ്യമപ്രവർത്തകർക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അവിടെ ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തകര് അവരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
യഥാർത്ഥത്തിൽ നല്ല മാധ്യമ പ്രവർത്തകരായതുകൊണ്ടാണ് അവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടി ഈ സ്ഥലത്ത് ചെന്നത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഇപ്പോ ഫോറസ്റ്റിൽ നടക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ സമൂഹം അറിയട്ടെ. അറിയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയാൽ ആ മാധ്യമ പ്രവർത്തകർക്കെതിരെ തന്നെ നടപടിയെടുക്കും എന്ന് വന്നാലോ? വന്യജീവി ആക്രമണം വരുമ്പോൾ വന്യജീവികൾക്കെതിരെ എടുക്കാത്ത ഒരു നടപടി എന്തിനാ അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ എടുക്കുന്നു? വന്യജീവിയോട് കാണിക്കുന്ന സഹിഷ്ണുതയെങ്കിലും മാധ്യമ പ്രവർത്തകരോട് കാണിക്കട്ടെ. അനീതിയും അക്രമവും അവരെ എല്ലാം കൊടികുത്തി വാഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതല്ല, ഇതിന് അപ്പുറവും സംഭവിക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഈ തെറ്റായ പ്രവർത്തനത്തെ ഞാൻ നഖശിഖാന്തം എതിർക്കുകയാണ്. ഒരിക്കലും അത് ചെയ്യരുത് എന്നുള്ള നടപടിയാണുള്ളത്. പിന്നെ പോലീസിന്റെ ലോക്കപ്പിനകത്ത് പ്രാകൃതമായ സമ്പ്രദായത്തിലാണ് ആളുകളെ സൂക്ഷിക്കുന്നത് എന്നുള്ളത് അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. അങ്ങനെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ശക്തമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരളത്തിൽ ശരിക്കും ഇത്തരം കാഴ്ചകൾ നടക്കുന്നു എന്ന് മേലുദ്യോഗസ്ഥന്മാരോട് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞതിന് ശേഷവും ഈ മേലുദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ ഇടപെട്ടു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് റൂബിൻ ലാലിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകനെ മർദ്ദിക്കാൻ ധൈര്യം കിട്ടുക, അദ്ദേഹത്തെ ജെട്ടി മാത്രം ഇടിച്ച് വനിതാ പോലീസുകാരുടെ മുന്നിൽ നിർത്തുക, എന്നിട്ട് മറ്റു പോലീസുകാർ പരിഹാസ ചിരിച്ചിരിക്കുക, ഇതൊക്കെ നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കും എന്ന് പറഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷനെ കുറിച്ച് പുറത്തു കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? ഒരുപക്ഷേ ഈ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഈ ചിലപ്പോൾ അത്യാവശ്യം ജീവിക്കാൻ സാഹചര്യമുള്ള ആളാണോ, ഈ ജോലിയൊന്നും പോയാലും ഒരു പ്രശ്നമില്ല എന്നുകൊണ്ടാണോ എന്നറിയില്ല. എന്നാൽ ഈ ആൻഡ്രിക് ഗ്രോമിക് എന്ന് പറയുന്ന നിർദ്ദയനായ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ നിലയ്ക്ക് നിർത്താൻ മേലുദ്യോഗസ്ഥന്മാർക്ക് കഴിയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.